ഇനി നമുക്കിതിൻ്റെ വർക്കിംഗ് പറയാം. അപ്പോൾ അതിനു മുന്നേ ഇത് എവിടെയാണ് പ്ലേസ് ചെയ്ത് നോക്കാം. അഥവാ ഈ ട്രാൻസ്ഫർ ബോക്സ് പ്ലേസ് ചെയ്യുന്നത് ഗിയർ ബോക്സിൻ്റെയും ഡിഫറൻഷ്യലിൻ്റെയും ഇടയിലാണ്. ഇനി ഇതിലൊരു ഐഡിയൽ ഗിയറും കൂടി നിങ്ങൾ കാണുന്നുണ്ട്. ഇതാണ് ഐഡിയൽ ഗിയർ. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഐഡിയൽ ഗിയർ 2 ഗിയറിൻ്റെ കോമ്പിനേഷനാണ്. അഥവാ ഒരു വലിയ ഗിയറും ഒരു ചെറിയ ഗിയറും ഉണ്ട് അതിൽ. ഐഡിയൽ ഗിയറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഐഡിയൽ ഗിയറിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആവും. ഇവിടെ നമുക്ക് വീണ്ടും ക്ലോക്ക് വൈസിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഐഡിയൽ ഗിയർ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ക്ലോക്ക് വൈസ് നേരെ ആൻറ്റി ക്ലോക്ക് വൈസിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നേരെ തിരിച്ചാണ് റൊട്ടേഷൻ എഞ്ചിനിൽ നിന്ന് പുറത്തു പോവുക. അപ്പോൾ ഐഡിയൽ ഗിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യാൻ മാത്രമാണ്. അതുമാത്രമല്ല ഇവിടെ 2 ഗിയറായി കൊടുത്തിട്ടുള്ളത് നമുക്ക് ഒരു വലിയ ഗിയറും ഒരു ചെറിയ ഗിയറും ആയി കൊടുത്തിട്ടുള്ളത് നമ്മൾ ഗിയർ റേഷ്യോ ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഇതിന് ഹൈ ഗിയർ ഓപ്ഷനിൽ ലോ ഗിയർ ഓപ്ഷനിൽ നമുക്ക് നൽകാനും കൂടെയാണ്. അപ്പം ഇനി ഇതിൻ്റെ വർക്കിംഗ് നമുക്ക് നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 2 വീൽ ഡ്രൈവ് ഇൻ ഹൈ ഗിയർ. ഇപ്പോൾ ഹൈ ഗിയർ 2 വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഹൈ ഗിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധാരണ നോർമൽ ഗിയേഴ്സ് ഹൈവേയിൽ അല്ലെങ്കിൽ സാധാരണ ഓഫ് റോഡ് കണ്ടീഷനിലല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ ഓടിക്കുന്ന ഹൈ ഗിയർ ഉദ്ദേശിച്ചത്. പ്ലസ് 2 വീൽ ഡ്രൈവ് അഥവാ 2 വീൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും 2 വീൽസിലേക്ക് മാത്രം പവർ കൊടുക്കുക. ഫ്രണ്ട് വീൽസിലേക്കോ റിയർ വീൽസിലേക്കോ. സാധാരണ റിയർ വീൽസിലേക്കാണ് ഇതിൽ പവർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. പിന്നെ ഉള്ളത് 4 വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഇവിടെ ഇതാണ് റിയർ വീൽ ഡ്രൈവിലേക്ക് പവർ കൊടുക്കുന്ന ഷാഫ്റ്റ് നമ്മൾ കണ്ടു. അതുമായി ഇത് ആൾവേസ് മെഷ്ഡ് ആണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 4 വീൽ ഡ്രൈവ്. ഇവിടെ 2 വീൽ ഡ്രൈവ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിയർ വീൽ ഡ്രൈവ് ആണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ള പവർ ഫ്ലോ എന്ന് നോക്കാം. ഇതാണ് ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ആരോ മാർക്കിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഇൻപുട്ട് ഷാഫ്റ്റ് വഴി വന്ന് ഇൻപുട്ട് ഷാഫ്റ്റുമ്പോഴുള്ള വലിയ ഗിയറിലേക്ക് പവർ എത്തി. അതെത്താൻ നമ്മൾ ഈ ഒരു ഷിഫ്റ്റർ മെക്കാനിസം ഈ ഒരു ഗിയറുമായി മെഷ് ചെയ്ത് നെക്സ്റ്റ് ഈ ഐഡിയൽ ഗിയർ വഴി ഔട്ട്പുട്ട് ഷാഫ്റ്റുമത്തെ ഗിയർ വഴി ഔട്ട്പുട്ട് ഷാഫ്റ്റ് വഴി റിയറിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഇതൊരു വലിയ ഗിയറാണ്. നെക്സ്റ്റ് ഇത് അതിനോട് താരതമ്യം ചെയ്യുമ്പോൾ ഇതും ചെറിയ ഗിയേഴ്സാണ്. അല്ലെങ്കിൽ ഏകദേശം സെയിം നമ്പർ ഓഫ് ടീത്ത്സ് ഉള്ള ഗിയേഴ്സ് ആയിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ടുള്ളത് റിയർ വീൽ ഡ്രൈവ് ഓപ്ഷൻ റിയർ വീൽ ഡ്രൈവ് അല്ലെങ്കിൽ 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ കിട്ടുക എന്നുള്ളതാണ്. അതുമാത്രമല്ല നോർമൽ ഡ്രൈവിംഗ് കണ്ടീഷനും നോർമൽ ടോർക്ക് ആൻഡ് സ്പീഡ് അഥവാ നമ്മൾ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന സെയിം സ്പീഡ് ആൻഡ് ടോർക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്പീഡിലും ടോർക്കിലും ഹൈ ഗിയറിൽ ഇടുക എന്നുള്ളത് ആണ്. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നല്ലെങ്കിൽ ഇത് വലിയ ഗിയറും ഇത് ചെറിയ ഗിയറും ആവാം, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെയും ടീത്തുകൾ സെയിം ആവാം. അഥവാ ഈ 3 ഗിയേഴ്സിൻ്റെയും. ഇനി ആ ഒരു കണ്ടീഷനിൽ ഈ ഒരു ഷിഫ്റ്റർ മെക്കാനിസം ഇവിടെ മെഷ്ഡ് ആണ്. ഇവിടെ ഷിഫ്റ്റർ മെക്കാനിസം ബി ഇതുമായിട്ട് മെഷർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യില്ല. അപ്പോൾ ഇതൊരു 2 വീൽ ഡ്രൈവ് കണ്ടീഷനിലായിരിക്കും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് 4 വീൽ ഡ്രൈവ് വിത്ത് ലോ ഗിയർ ആണ്. ഇവിടെ നോക്കുക. ഇവിടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ ഗിയറാണ്. ഈ ഐഡിയൽ ഗിയർ വലിയ ഗിയറുമാണ്. ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ ഗിയർ തന്നെയാണ്.
അപ്പോൾ ഇവിടെ ചെറിയൊരു ഗിയർ വലിയ ഗിയറിന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ടോർക്ക് കൂടും, സ്പീഡ് കുറയും. അപ്പോൾ ഈ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന എൻജിൻ RPM വീണ്ടും ഇവിടെ കുറച്ച് ടോർക്ക് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 4 വീൽ ഡ്രൈവ് കണ്ടീഷനിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡ്രൈവ് ഫ്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ചെറിയൊരു ഗിയർ വലിയൊരു ഗിയറിന് കറക്കുന്ന കണ്ടീഷൻ. കൂടാതെ ഇവിടെയുള്ള ഷിഫ്റ്റർ മെക്കാനിസം എ എന്ന് പറയുന്നത് ഈ ഒരു ഗിയറുമായി മെഷഡ് ആണ്. നെക്സ്റ്റ് ഈ ഷിഫ്റ്റർ മെക്കാനിസം ബി, അതും ഈ ഒരു ഗിയറുമായി ഔട്ട്പുട്ട് ഷാഫ്റ്റിലെ ഗിയറുമായി മെഷഡ് ആണ്. അപ്പോൾ എഞ്ചിനുള്ള ഡ്രൈവ് വരുന്നത് ഇതുവഴി വന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതിന് കൂടെ തന്നെ ഇങ്ങോട്ട് പോകും. അഥവാ ഫ്രണ്ടിലോട്ട് പോകുന്നതിലൂടെ റിയറിലോട്ട് പോകുന്നതിലൂടെ ഫ്രണ്ടിലോട്ടും പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നോട്ടുകളൊക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്ഫർ ബോക്സ് എന്താണെന്ന് പറഞ്ഞു. ട്രാൻസ്ഫർ ബോക്സുകൾ എന്ന് പറഞ്ഞാൽ 4 വീൽ ഡ്രൈവ് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ്. അഥവാ 2 വീൽ ഡ്രൈവ് കണ്ടീഷനും 4 വീൽ ഡ്രൈവ് കണ്ടീഷനും കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. 2 വീൽ ഡ്രൈവ് ഓപ്ഷൻ അതുപോലെ 4 വീൽ ഡ്രൈവ് ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതും ലോ ഗിയർ ആൻഡ് ഹൈ ഗിയർ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതുമാണ്. നെക്സ്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിലുള്ള ഗിയേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ള നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പറഞ്ഞു വന്നത് മാനുവൽ ട്രാൻസ്മിഷനുകളെ കുറിച്ചാണ്. മാനുവൽ ട്രാൻസ്മിഷൻസ് തന്നെ 3 ടൈപ്പ് ഗിയർ ബോക്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സ്ലൈഡിംഗ് മെഷ്, കോൺസ്റ്റന്റ് മെഷ് ആൻഡ് സിങ്ക്രോ മെഷ്. അഥവാ മാനുവൽ ട്രാൻസ്മിഷനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന സെലക്റ്റീവ് ടൈപ്പ് ആൻഡ് പ്രോഗ്രസീവ് ടൈപ്പ്. ഈ സെലക്റ്റീവ് ടൈപ്പ് തന്നെ നമ്മൾ സ്ലൈഡിംഗ് മെഷ്, കോൺസ്റ്റന്റ് മെഷ് ആൻഡ് സിങ്ക്രോ മെഷ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പ്രോഗ്രസീവ് ടൈപ്പ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് മെഷ് ആൻഡ് സ്ലൈഡിംഗ് മെഷിൻ്റെ ഒരു കോമ്പിനേഷനാണ്. അത് 2 വീലേഴ്സിൽ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതിന് ശേഷം നമ്മൾ പറയും. അതിനു മുന്നേ നമ്മൾ പറയുന്നതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഗിയർ ചേഞ്ചിങ് നമ്മൾ കൈകൊണ്ട് ലിവർ പിടിച്ച് നീക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ആക്സിലറേറ്റർ പെഡൽ പ്രസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം അങ്ങനെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. അവിടെ മെക്കാനിക്കൽ എഫേർട്ട് കുറച്ചിട്ടുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് ഗിയർ റേഷ്യോസ് അതുപോലെ സ്പീഡ് ആൻഡ് ടോർക്ക് ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലായിട്ടാണ്. ഇതിന് ചില സമയത്ത് നമ്മൾ ഹൈഡ്രോമാറ്റിക് ട്രാൻസ്മിഷൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇനി ഇതിൽ യൂസ് ചെയ്യുന്ന ഗിയർ ബോക്സുകൾ എന്ന് പറയുന്നത് എപ്പിസൈക്കിൾ ഗിയർ ബോക്സുകളാണ്. ഇതിൽ നമ്മൾ ക്ലച്ചിന് പകരം സാധാരണ യൂസ് ചെയ്യാറ് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണ്, അഥവാ ഫ്ലൂയിഡ് ഫ്ലൈ വീൽസിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ. ഇവിടെ എപ്പിസൈക്കിൾ ഗിയർ ബോക്സ് അല്ലെങ്കിൽ എപ്പിസൈക്കിൾ ഗിയർ സെറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാനറ്ററി ഗിയർ സെറ്റുകളാണ്. പ്ലാനറ്ററി ഗിയർ സെറ്റുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ വ്യത്യസ്ത വാഹനങ്ങളിൽ യൂസ് ചെയ്യുന്ന എക്സാമ്പിളാണ് സ്കോഡ, ടൊയോട്ട, ലെക്സസ്. ഇതുപോലത്തെ ഇപ്പോൾ ഉള്ള ഡിഫറെൻറ്റ് എല്ലാ വാഹന നിർമ്മാതാക്കളും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ.
ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ഗിയർ ലിവർ അതിൻ്റെ സ്റ്റേജസ് എന്ന് പറയുന്നത് സാധാരണ മാനുവൽ ട്രാൻസ്മിഷൻ പോലെയല്ല. അവിടെ നമ്മൾ പറഞ്ഞു ഇവിടെ ഗിയർ ലിവർ ഉപയോഗിച്ച് നമ്മൾ ഗിയർ ചേഞ്ച് ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഇവിടെ ഗിയർ ലിവർ ഉണ്ടാവും. ഈ ഒരു ഗിയർ ലിവർ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമുക്ക് റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, ലോ, പാർക്ക് മോഡുകളിലേക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാനാണ്. പാർക്ക് മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനം മൂവ് ചെയ്യാതെ ലോക്കായി പാർക്ക് ചെയ്തുന്ന കണ്ടീഷനിൽ വണ്ടി മൂവ് ചെയ്യുന്നതോട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, റിവേഴ്സിലേക്ക് അഥവാ വാഹനം ബാക്കോട്ട് പോകുന്ന അതിന് ഉള്ള ഒരു ഓപ്ഷൻ. നെക്സ്റ്റ് ന്യൂട്രൽ, അതെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ എന്താണ്, എഞ്ചിനിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു പക്ഷേ വീൽസിലേക്ക് പവർ കൊടുക്കാത്ത, ഗിയർ ബോക്സിൽ മാത്രം പവർ വന്ന് നിൽക്കുന്ന ആ ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് ലോ ആൻഡ് ഡ്രൈവ്. ലോ മോഡ് എന്ന് പറയുന്നത് എക്സ്ട്രാ, നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ 4 വീൽ ഡ്രൈവ് വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ലോ ഗിയർ, എക്സ്ട്രാ ലോ ഗിയർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ടോർക്ക് ആവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ, ഓഫ് റോഡുകൾ, ഹില്ലി ഏരിയാസ്, മഡി ഏരിയാസിലൊക്കെ യൂസ് ചെയ്യാൻ, കൂടുതൽ ടോർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാൻ, അതിനാണ് ലോ ഗിയർ സെപ്പറേറ്റ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ സാധാരണ നോർമൽ ഡ്രൈവ്. ആ ഡ്രൈവിലേക്കാണ് നമ്മൾ സാധാരണ വണ്ടി എടുക്കുന്ന സമയത്ത് സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നെക്സ്റ്റ് നമ്മൾ ആക്സിലറേറ്റർ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഡ്രൈവ് മോഡിലേക്ക് സെലക്ട് ചെയ്തിട്ട് ആക്സിലറേറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം അങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് പോയിക്കോളും. ഇവിടെ നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ഇനി ഇതിൽ ക്ലച്ചിന് പകരം യൂസ് ചെയ്യുന്നത് ടോർക്ക് കൺവേർട്ടേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ടോർക്ക് കൺവേർട്ടേഴ്സിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഫ്ലൂയിഡ് ഫ്ലൈ വീൽ അഥവാ ഹൈഡ്രോളിക് കപ്ലിംഗ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ക്ലച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ടോർക്ക് കൺവേർട്ടേഴ്സ്. സാധാരണ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ ഉണ്ടായിരുന്നത് ഇമ്പല്ലറും ടർബൈനും മാത്രമായിരുന്നു. എന്നാൽ ഇതിനകത്ത് നമ്മൾക്ക് എക്സ്ട്രാ ഒരു സ്റ്റേറ്റർ എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് കൂടി വരും, പ്ലസ് ഒരു ഫ്രീ വീൽ യൂണിറ്റും. ഇതാണ് ഫ്ലൂയിഡ് ഫ്ലൈ വീലിൽ നിന്നുള്ള ടോർക്ക് കൺവേർട്ടറിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫ്ലൈ വീലിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷനാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് തന്നെ പറയാം. അഥവാ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ്, പോരായ്മകൾ പരിഹരിച്ചുണ്ടാക്കിയതാണ് ടോർക്ക് കൺവേർട്ടേഴ്സ്. ടോർക്ക് കൺവേർട്ടേഴ്സ് എന്നതിന് വിളിക്കാൻ കാരണം ഇത് ഒരു ക്ലച്ച് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനുപരി സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഫസ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. കൂടുതൽ ഇതിൻ്റെ ഇൻപുട്ട് ഷാഫ്റ്റ്, ഔട്ട്പുട്ട് ഷാഫ്റ്റ്, ഇമ്പല്ലറും ടർബൈനും കൂടി ബൈൻഡ് ചെയ്യാൻ, കൂടുതൽ ഫോഴ്സിൽ ബൈൻഡ് ചെയ്യാൻ, കൂടുതൽ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഇതിൻ്റെ അകത്തുള്ള സിസ്റ്റം സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ടോർക്ക് കൺവേർട്ടേഴ്സ് എന്ന് വിളിക്കാൻ കാരണം. അഥവാ ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ സഹായിക്കുന്നുണ്ട്. ഇനി ഈ ഒരു ടോർക്ക് കൺവേർട്ടറിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറയാം. ഇതിലൊരു ഇൻപുട്ട് ഷാഫ്റ്റ് ഉണ്ട്, അഥവാ എഞ്ചിനിൽ നിന്നുള്ള ഡ്രൈവ് വരുന്നത് ഇൻപുട്ട് ഷാഫ്റ്റ് വഴിയാണ്. അത് നേരെ കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഇമ്പല്ലറുമായിട്ടാണ്.
ഓക്കെ, ഇവിടെ ഇൻപുട്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ഇമ്പലറുമായിട്ടാണ്. ഇത് കാണാം, ഈ ഒരു പോർഷനിൽ ഇത് കണക്റ്റഡ് ആണ്. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടർബൈനുമായിട്ടും അതിമേ തന്നെ ഒരു ഫ്രീ വീലിൻ്റെ മുകളിലാണ് സ്റ്റാർട്ടർ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടോർക്ക് കൺവേർട്ടറിൻ്റെ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ യഥാർത്ഥ 3D വ്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്, നമ്മൾ ഇമ്പല്ലർ, നെക്സ്റ്റ് ടർബൈൻ, അതിൻ്റെ സെൻറ്ററിലുള്ള ഇത് സ്റ്റാർട്ടർ. നെക്സ്റ്റ് അതിന് കൂടെ തന്നെ ഒരു ക്ലച്ച് അസംബ്ലിയും ചില സമയത്ത് കൊടുക്കാറുണ്ട്. അതെല്ലാ വെഹിക്കിൾസിലും യൂസ് ചെയ്യാറില്ല. അത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതൊന്നും കൂടിയും എഫക്റ്റീവായിട്ട് തീരെ ക്ലച്ച് സ്ലിപ്പില്ലാതെ ഈ ഇമ്പല്ലറിനെ ടർബൈനിൽ മെക്കാനിക്കലായിട്ട് ലോക്ക് ചെയ്യാനും കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ക്ലച്ച് അസംബ്ലി കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇതിന് കവർ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ഈ ഒരു ഇമ്പല്ലറും ടർബൈനും ഈ സ്റ്റാർട്ടറും ഒക്കെ ഒരു കേസിങ്ങിനകത്തായിരിക്കും ഉണ്ടാവുക. ആ ഒരു കേസിങ്ങിനകത്ത് ഇമ്പല്ലറും ടർബൈനും സ്റ്റാർട്ടറും അടങ്ങിയിട്ടുള്ള കേസിങ്ങിനകത്ത് നമ്മൾ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫില്ല് ചെയ്യും. അതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ATF എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് ടർബൈൻ ബ്ലേഡ്സിലേക്ക് ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ലിക്വിഡ് ടർബൈൻ ബ്ലേഡ്സിലേക്ക് വന്ന് തട്ടിയിട്ടാണ് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ ഫ്ലൂയിഡ് ഫ്ലൈ വീലിൻ്റെ വർക്കിംഗ് നമ്മൾ പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം, നമ്മൾ എൻജിൻ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും. ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡിനെ, ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാൻ ഷേപ്പ് അല്ലെങ്കിൽ അതിനൊരുപാട് വെയിൻസ് ഉണ്ട്. അതൊക്കെ നമ്മൾ മുന്നേ ഫ്ലൂയിഡ് ഫ്ലൈ വീലിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് നേരെ എന്താണ്, ഇമ്പല്ലർ ഫ്ലൂയിഡിനെ ടർബൈൻ ബ്ലേഡ്സിലേക്ക് എന്ത് ചെയ്തു, ഫ്ലൂയിഡിനെ ഇമ്പിഞ്ച് ചെയ്തു. അപ്പോൾ ആ ടർബൈൻ ബ്ലേഡ്സ് അതിൻ്റെ കൂടെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇനീഷ്യലി ടർബൈൻ ബ്ലേഡ്സ് ഗിയർ ബോക്സ് ഷാഫ്റ്റുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അത് നേരെ വീൽസിലേക്കാണ് കണക്ട് ചെയ്യുന്നത് ഗിയർ ബോക്സ് ഷാഫ്റ്റ് വഴി. അപ്പോൾ വീല് നീങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണം. അപ്പോൾ ഇനീഷ്യൽ ചെറിയ RPM-ലൊന്നും നമ്മൾ ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ RPM-ൽ എൻജിൻ ഐഡിലിംഗ് കണ്ടീഷനിലൊന്നും ഇമ്പല്ലർ ടർബൈൻ എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യാനുള്ള ഫോഴ്സിൽ ഫ്ലൂയിഡിനെ ഇമ്പിഞ്ച് ചെയ്യില്ല. ഈ ഇമ്പല്ലറിൻ്റെ സ്പീഡ് കൂടി, RPM കൂടി, ഒരു പെർട്ടിക്കുലർ RPM നമ്മൾ ആക്സലറേറ്റർ പെഡൽ പ്രസ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഇമ്പല്ലറിൻ്റെ സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും, ഇതിന്ന് ടർബൈൻ ബ്ലേഡ്സിലേക്ക് ഇമ്പിഞ്ച് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ ഫോഴ്സും കൂടും. അതനുസരിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്ത് ടർബൈൻ ബ്ലേഡ്സിലേക്ക് വരുന്ന ഫ്ലൂയിഡിനെ തിരിച്ച്, അതും ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാൻ ലൈക്ക് സ്ട്രക്ചറാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ബ്ലേഡ്സിലേക്ക്